24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ച ആദ്യ വീടിന്റെ താക്കോൽദാനം കണ്ണൂരിൽ നടക്കുകയാണ്. കണ്ണൂർ ചെറുപുഴ കൊല്ലുവള്ളിയിലെ ജെസ്സി സുരേഷ് ദമ്പതികൾക്കാണ് വീട് കൈമാറുന്നത്. ഫ്ലവേഴ്സ് ഹോം പ്രൊജക്ട്സ് വഴി 100 ഭവനങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ സജോ ദേവസ്യ അവിടെ നിന്ന്. സജോ, തുടരാം. സജോ, നമ്മുടെ സജു, അവിടെ ചടങ്ങുകൾ തുടങ്ങിയോ? എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങേയറ്റം സന്തോഷകരമായ ഒരു വാർത്ത. നമ്മുടെ ഒരു വലിയ പ്രയത്നം അത് ഫലം കാണുന്നു. സജു, തുടരാം. സുഹൈൽ, കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24 കണക്റ്റുമായി ചേർന്ന് സംസ്ഥാനത്ത് ആകെ 100 ഭവനങ്ങളാണ് നിർമ്മിക്കുന്നത്. അതിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആദ്യ ഭവനത്തിൻ്റെ താക്കോൽ കൈമാറ്റമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് സാറ് നാടമുറിച്ച് ഇതിലേക്ക് നമ്മൾ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കുടുംബത്തിന് കൂടി തണലൊരുക്കാൻ നമുക്ക് കഴിയുന്നു. നാടമുറിച്ച് നമ്മൾ ഈ താക്കോൽ കൈമാറ്റം കൂടി ഇവിടെ നടത്തും. അതായത് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ, കണ്ണൂർ ജില്ലയിലും മറ്റു വിവിധ ജില്ലകളിലുമായി ഇപ്പോൾ തന്നെ നിരവധി വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. അതിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആദ്യ ഭവനമാണ് നമ്മൾ താക്കോൽ കൈമാറുന്നത്. നമുക്ക് ആ ചടങ്ങുകൾ കൂടി നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സുരേഷ് ജെസ്സി ദമ്പതികളാണ്. അവർക്ക് ഒരു തണലൊരുങ്ങുന്നു. അവർക്ക് നമ്മൾക്ക് ഒരു തണലൊരുക്കാൻ സാധിക്കുന്നു. അത് പാർപ്പിടം കൊടുക്കാൻ സാധിച്ചു. അങ്ങേയറ്റം സന്തോഷവും അഭിമാനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു മുഹൂർത്തം കൂടിയാണ് ഈ കുടുംബത്തിന്. നമ്മുടെ എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് സാർ ഇപ്പോൾ ഈ താക്കോൽ കൈമാറുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ നമ്മൾ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ, ഇവിടെയുള്ള നാട്ടുകാരുണ്ട്, വിവിധ സംഘടനകളുണ്ട്, പള്ളി വികാരി അടക്കമുള്ള ആളുകളുണ്ട്. അങ്ങനെ ഈ നാട്ടുകാരുടെ ഒക്കെ പിന്തുണയും നമുക്ക് ലഭ്യമായി നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കാൻ കഴിഞ്ഞു. അതായത് വലിയൊരു അഭിമാനവും സന്തോഷവും ഉണ്ട്. സംസ്ഥാനത്ത് നിരവധി കുടുംബങ്ങൾക്ക് നമുക്ക് തണലൊരുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങോട്ട് അകത്തേക്ക് പ്രവേശിക്കുക. നമ്മളോടൊപ്പം ജെയിംസ് സാറ് കൂടി ഈ ചടങ്ങുകൾ നിർവഹിച്ചതിന് ശേഷം ചേരുകയാണ്. സാറേ, ഒരുപാട് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. എങ്ങനെയാണ് ഈ സന്ദർഭത്തിൽ? സജോ, ഇത് 24നെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായിട്ടുള്ളൊരു സമയമാണ്. 100 വീടുകളാണ് നമ്മൾ നിർമ്മിച്ച് നൽകുന്നത്. അതിപ്പോൾ കണ്ണൂരിലെ ചെറുപുഴയിൽ കോലുവള്ളിയിലാണ് ആദ്യത്തെ മനോഹരമായിട്ടുള്ള ഈ മലയോര ഗ്രാമത്തിലാണ് ആദ്യത്തെ വീട് നൽകുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ണൂർക്കാരുടെ ഒരു അധ്വാനം, ഇവിടുത്തെ നാട്ടുകാരുടെ പിന്തുണയൊക്കെ ഇതിന് വലിയ കാര്യമായി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വീടാണ് നമ്മൾ നൽകുന്നത് സുരേഷ് ജെസ്സി ദമ്പതികൾക്കാണ്. അവർ ഒരുപാട് രോഗത്തേക്ക് അതിജീവിച്ച് ജീവിതത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന മലയോര ജനതയുടെയൊക്കെ ശക്തിയുടെയൊക്കെ പ്രതീകമായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ 100ഓളം വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിർമ്മാണം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ കൈമാറും. ഇടുക്കിയിൽ, അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീട് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അഭിമാനാർഹമായ നേട്ടമാണ്. മാധ്യമപ്രവർത്തനം ഓഫീസിലിരുന്ന് അല്ലെങ്കിൽ ചാനലിലിരുന്ന് പ്രവർത്തിക്കുക മാത്രമല്ല, താഴോട്ട് ഇറങ്ങി വന്ന് പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളൊരു ദൗത്യം കൂടിയാണ് 24 ഏറ്റെടുത്തത്. അതിന് ഏറ്റവും ശക്തമായ പിന്തുണ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, പ്രത്യേകിച്ച് കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി, ജോർജ് ഇസ്ലീബ, അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജയരാജ് അടക്കമുള്ള ഒരുപാട് പേര് ഇതിൻ്റെ പിറകിൽ നമുക്ക് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതേക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി പിന്നെ സംസാരിക്കാം. എന്തായാലും വലിയ സന്തോഷമാണ്. ഇവർ അടുത്ത് നിൽപ്പുണ്ട്, നമ്മുടെ സുരേഷും അതുപോലെ തന്നെ സുരേഷിൻ്റെ ഭാര്യ ജെസ്സി, രണ്ടുപേരെയും നമ്മൾ പ്രത്യേകം ഈ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വലിയ സന്തോഷകരമായ നിമിഷമാണ്. അതാണ് നമ്മളോടൊപ്പം അവരൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളി വികാരി ഫാദർ ജേക്കബ് കൂടി അച്ഛ ഒരു സന്ദർഭത്തിൽ വളരെ കുറച്ച് സമയമുള്ളൂ, എങ്കിലും ചുരുങ്ങിയ 2 വാക്ക്. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ അവസരം ലഭിച്ചത് ഞാനും ദൈവത്തിന് നന്ദി പറയുകയാണ്. ജെയിംസ് സാർ പറഞ്ഞതുപോലെ ഇത് വലിയൊരു ജീവകാരുണ്യ പ്രവൃത്തിയാണ്. 24 ചാനലും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനൊരു ഭവന നിർമ്മാണ പദ്ധതി 100 വീട് പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കുക എന്നുള്ള വളരെ നല്ലൊരു ജീവകാരുണ്യ പദ്ധതിയിൽ എൻ്റെ ആദ്യത്തെ ഭവനം ഈ കോലുവള്ളി ദേശത്ത് ഈ ഇടവകാതിർത്തിയിലുള്ള സുരേഷിനും കുടുംബത്തിനും ഇങ്ങനൊരു ഭവനം, അത് സമയബന്ധിതമായി ഞാൻ തന്നെയാണ് ഈ ഭവനത്തിന് തറക്കല്ലിട്ടത്. ഇപ്പോൾ വെഞ്ചരിപ്പ് കർമ്മം ഇതിൻ്റെ നടക്കി ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഈ ഇടവക സമൂഹത്തിൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കുറച്ച് ആളുകൾ കൂടിയുണ്ട്. നമുക്ക് ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സെബാസ്റ്റ്യൻ സാർ, അതായത്
ഈ ഭൂമി ഉൾപ്പെടെ വിട്ടു നൽകാൻ, അതായത് ഈ കുടുംബത്തിന് യഥാർത്ഥത്തിൽ ഭൂമിയും ഉണ്ടായിരുന്നില്ല, അത് ഉൾപ്പെടെ വിട്ടു നൽകാനും ഒക്കെ പ്രവർത്തിച്ച ആൾ കൂടിയാണ്. അങ്ങനെ കുറേയധികം ആളുകൾ ഇതിൻ്റെ കൂടെ ഭാഗവാക്കായിട്ടുണ്ട്. എന്താണ് സാറേ ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയും വളരെയധികം ആൾക്കാർ വീടില്ലാത്തവരുണ്ട്. അവരുടെ കാര്യം വളരെ പരിതാപകരമായാണ്. അവർ കൂടി നമുക്ക് ഇനി ഭാവിയിൽ നിങ്ങളുടെ സേവനം മൂലം ഇനി നമുക്ക് വീട് വെച്ച് കൊടുക്കണം. അങ്ങനെയുള്ളവരെ തിരഞ്ഞു പിടിച്ച് നമുക്ക് അവർക്ക് ഭൂമി കൊടുക്കുക, അതിനോടൊപ്പം തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കുകയും വേണമെന്നുള്ളതാണ്. നിങ്ങളുടെ ഈ സേവനത്തിന് തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് മാത്രം പറയും. നിങ്ങളുടെ സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? അവരെ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഒന്ന് പറയുകയാണ്. നമുക്ക് ആളുകൾ വീട് ഒക്കെ കാണുന്ന ഘട്ടത്തിൽ കൂടി നമുക്ക് നമ്മുടെ സുരേഷ് ഏട്ടനോട് കൂടി ഒരു വാക്ക് നമുക്ക് ചോദിക്കുക. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഇത്രയും സ്വപ്നമല്ല ഇങ്ങനെ വരവിട്ടാന്ന് പറയുന്നത് തന്നെ. ഇതിന് സഹകരിച്ചവർക്കും 24-നും എല്ലാവർക്കും വളരെയധികം നന്ദി. സന്തോഷം. അതാണ് അവർ പറഞ്ഞത്. ഒപ്പം നമ്മുടെ സീനിയർ അഡ്മിൻ മാനേജർ രമേശ് ഏട്ടനും കൂടി കൊച്ചിയിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് രണ്ടുപേരും, നമ്മുടെ ജെയിംസ് സാറും ഇതിനുവേണ്ടി മാത്രം കണ്ണൂരിലെ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്ത് വന്ന ആളാണ്. ഒരു വാക്ക് ഈ വീഡിയോ കേട്ട് ജെസ്സി സുരേഷിന് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. അതാണ്. അപ്പം നമ്മുടെ സാറും എല്ലാ ആൾക്കാരും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് നമ്മുടെ ജനപ്രതിനിധികൾ കൂടിയുണ്ട്. എന്താണ്? കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കോലുവള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ 24-ൻ്റെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടുകൂടി സുരേഷ് ജെസ്സി ദമ്പതികൾക്ക് ലഭിച്ച ഈ സൗഭാഗ്യത്തിൽ ഞങ്ങൾ ചെറുപുഴ പഞ്ചായത്തിനുള്ള എല്ലാ സന്തോഷവും ഇവിടെ പങ്കുവയ്ക്കുന്നു. എനിക്ക് ഏറ്റവും അഭിമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡിൽ ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഈ ഒരു വീട് നിർമ്മിക്കാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നമ്മുടെ വാർഡുകളിൽ ഇനിയുണ്ട് ഒരുപാട് ഇതേപോലെ അവസ്ഥയിലുള്ള കുടുംബങ്ങളുണ്ട്. അവരെയും നിങ്ങളുടെ സഹായ സഹകരണം ഞങ്ങൾ മുന്നോട്ട് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇനിയും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത 2-3 ആൾക്കാർ കൂടിയുണ്ട്. അതായത് ഈ 24 കണക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് സംസ്ഥാനത്തെമ്പാടും നമ്മൾ 100 വീടുകൾ, അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുക, അതിൻ്റെ സാഹചര്യം ഒരുക്കുക, അവരിലേക്കൊക്കെ പോവുക, കണ്ടെത്തുക, അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്നതൊക്കെ വളരെ ശ്രമകരമായ ദൗത്യമാണ്. അപ്പം ഗുണഭോക്താക്കളെ കണ്ടെത്തുക, തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രയാസം അതിന് പിന്നിലുണ്ട്, പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന മനോജ് മാവേലിക്കർ, അദ്ദേഹം ഇതിൻ്റെ റീജിയണൽ കോർഡിനേറ്റർ കൂടിയാണ്. എന്താണ് വേനേട്ടാ? ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ളൊരു മുഖം. അതെ, അഭിമാനമുണ്ട്. അത് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് പഞ്ചായത്ത്, വില്ലേജ്, ഇവിടെ നിന്നൊക്കെയുള്ള സഹകരണമാണ്. നമ്മളെ പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് പാസ്റ്റായിട്ട് നടന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീട് പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അതിന് പ്രത്യേകം നന്ദി പറഞ്ഞേ പറ്റൂ. നമ്മുടെ ജില്ലാ കോർഡിനേറ്ററും കൂടി ഉണ്ട്, ഷൈബി ചേച്ചി. എന്താ പറയാനുള്ളത് ഈ ഘട്ടത്തിൽ? ഈ ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം മാത്രം, അഭിമാനം മാത്രം. ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇത്രയും വരെ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു അവസരം വരെ എത്തിത്തന്നതിന് ദൈവത്തിനു കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുറേയധികം ഭവനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി ഇനിയും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതി ആയതുണ്ട്, പൂർത്തിയാക്കാനായതുണ്ട്, അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ ഒരുപാട് ഒത്തിരി അപേക്ഷകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് ഏറ്റവും അർഹതപ്പെട്ടവരെ നമ്മൾ നോക്കിയെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇനിയും അർഹതപ്പെട്ടവരെ വീണ്ടും നമ്മൾ കണ്ടെത്തും. ഒരു പ്രതിനിധി കൂടി. സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും ഭവനം എന്നുള്ളൊരു സ്വപ്നം തന്നെയാണ്. ഒരിക്കലും മറക്കാത്ത അനുഭവമായിരിക്കും ഈ സുരേഷ് ദമ്പതികൾക്കുണ്ടാവുക. സന്തോഷം. അതാണ് നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ചടങ്ങുകളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. മറ്റൊരു ഔദ്യോഗിക പരിപാടിയുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ആ ചടങ്ങുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ജെയിംസ് സാറൊക്കെ ഒരുപാട് ദൂരം ഇതിനുവേണ്ടി മാത്രം അല്ല, ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ എന്ന് നിങ്ങൾ വിളിക്കുന്ന എസ് കെന് ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഷൂട്ടിൻ്റെത് ഉള്ളതുകൊണ്ടാണ് വരാതിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആശംസകൾ നിങ്ങളെ എല്ലാം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയും ജോർജ് സ്ലീബ സാറൊക്കെ നിങ്ങളോട് പ്രത്യേകിച്ച് അന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് കൈമാറുന്നു. താങ്ക് യു. വളരെ നന്ദി. അതാണ് നമ്മൾ ഇനിയിപ്പോൾ ഈ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇവിടെയുള്ള വിശ്വാസപരമായ ചടങ്ങുകളൊക്കെ ഉണ്ട്. ഒപ്പം ധാരാളം ആളുകൾ നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് ഇവിടെയുള്ള പ്രദേശവാസികളുടെ സീനിയർ സിറ്റിസൺ ഫോറൻസിൻ്റെ ആൾക്കാർ, ഇവിടുത്തെ നാട്ടുകാർ, അങ്ങനെ നിരവധി ആളുകൾ ഇതിൻ്റെ ഭാഗവാക്കായിട്ടുണ്ട്. 24-നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ട്. കാരണം ഭവനം അങ്ങനെയുള്ള ആളുകൾക്ക് തണലൊരുക്കുക എന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. അതിൽ കുറേയധികം ആളുകളുടെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ചേർന്നപ്പോൾ സംഭവിച്ചതാണ്. പക്ഷേ ആ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടം എന്നത്, ഇത്തരം ഒരു സന്ദർഭം എന്നത്, സംസ്ഥാനത്ത് ഈ 100 വീടുകളിലെ ആദ്യത്തെ വീട് ഇവിടെയാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്നതുകൊണ്ടും ഇനിയിപ്പോൾ ഒരുപാട് പ്രൊജക്റ്റ് നടക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് മനുഷ്യരിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന സന്തോഷവും അഭിമാനമാണ് ഉള്ളത്.
തീർച്ചയായും 24 സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യം. വീടെന്നത് പലപ്പോഴും ഒരു മനുഷ്യായുസിന്റെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് 24 കൈചേർത്ത് പിടിക്കുന്നു. 100 വീടുകൾ ഒരുക്കണമെന്ന സ്വപ്നത്തിൽ ആദ്യത്തെ വീട് യാഥാർത്ഥ്യമാകുന്നു. മറ്റു വീടുകളുടെ പണി പുരോഗമിക്കുക. അങ്ങനെ വലിയ സന്തോഷവും മാധ്യമപ്രവർത്തനത്തിൽ വലിയ ചാരിതാർത്ഥ്യമുള്ള ഒരു ചടങ്ങ് കൂടിയാണ് ഇപ്പോൾ കണ്ണൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സജോയാണ് അതിന്റെ വിശദാംശം നൽകിയത്.